പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ നാലാമത്തെ മമ്മൂട്ടി മാസ്റ്ററാണ്. ഇന്ന് താഴക്കോട് പഞ്ചായത്ത് ഗ്ലോബൽ KMCC സംഘടിപ്പിച്ച ഹരിതാപം കുടുംബസംഗമം പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത് അദ്ദേഹം അതിൻ്റെ ഒരു അവലോകനം നടത്താൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മമ്മൂട്ടി മാസ്റ്റർ സംസാരിക്കും. പറഞ്ഞു. ഒരു ദീർഘകാല KMCC പ്രവർത്തനം നിരക്ക് കൃത്യമായി പറഞ്ഞ 28 കൊല്ലക്കാലം താഴക്കോട് KMCC, പെരിന്തൽമണ്ണ മണ്ഡലം KMCC, മലപ്പുറം ജില്ലാ KMCC, അതുപോലെ തന്നെ ജില്ലാ സെൻട്രൽ കമ്മിറ്റി, എല്ലാ KMCCകളുടെയും മാതാവായ ജില്ലാ സെൻട്രൽ കമ്മിറ്റി എന്നീ KMCCകളുടെ ഭാഗമായി ഔദ്യോഗിക ഭാരവാഹിയായി തന്നെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരു ഇന്ത്യൻ KMCC പ്രവർത്തനം നടത്തുന്നു. ആ പശ്ചാത്തലം വെച്ചുകൊണ്ട് ഇന്നിവിടെ നടന്ന പരിപാടി വളരെ ആവേശകരമായ, ഒരു വർഷത്തെ താഴക്കോട് ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും നടത്താൻ കഴിയാത്ത അത്ര ജനപങ്കാളിത്തത്തിലൂടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഗ്ലോബൽ KMCC എന്ന KMCC ഒരു ഘടകമാണ് ഗ്ലോബൽ KMCC. ആ KMCCക്ക് സാധിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഭീഷണവും പ്രശ്നപുരുഷവുമായ ഈ അന്തരീക്ഷത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മാത്രമല്ല, വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ പഴയ യശസ്സ് വീണ്ടെടുത്തുകൊണ്ട് താഴക്കോട് പഞ്ചായത്ത് അടക്കമുള്ള മുമ്പ് ഭരണം കൈയാളിയിരുന്ന എല്ലാ മേഖലകളിലും ആ ഭരണസാരഥ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദൃഢപ്രവൃത്തിയോടുകൂടി നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ട് വോട്ടർ പട്ടിക ഉയർത്തിയാക്കുക അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവർ സജീവമായ പ്രവർത്തനങ്ങൾക്ക് കാണുന്ന സന്തോഷമുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനത്തിനെല്ലാം ഊർജ്ജം നൽകുന്ന വിധത്തിലുള്ള ഒരു മോട്ടിവേഷൻ അടക്കമുള്ള ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയായിരുന്നത്. ഒരു പരിപാടി തീർച്ചയായിട്ടും ഒരു വിജയമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ വിജയത്തിൽ സംഘാടകർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വകയുണ്ട് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഇന്നത്തെ ഹരിതാപം കുടുംബസംഗമത്തെക്കുറിച്ച് താഴക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ PP റഷീദ് മാസ്റ്റർ പ്രതികരിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കാം. ഇന്ന് നടത്തിയ പരിപാടി വളരെയധികം ഗംഭീരമായി. താഴക്കോട് പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഒരു പ്രോഗ്രാമായി ഇത് മാറി. ഷാലിമാർ ഓഡിറ്റോറിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമുള്ള ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ അർത്ഥവത്തായ സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ പ്രഭാഷണം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പരിപാടി അവസാനിപ്പിച്ചത്. എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമായ പരിപാടിയായിരുന്നു. മുസ്ലിം ലീഗ് പാർട്ടിക്ക് കരുത്ത് പകരുന്ന രൂപത്തിലുള്ള ഒരു പരിപാടിയായി ഇത് മാറിയിട്ടുണ്ട്. ഗ്ലോബൽ KMCCയുടെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് രണ്ടുമൊക്കെ. സ്ത്രീകളുടെ പങ്കാളിത്തം ഓരോ വാർഡിൽ നിന്നും വളരെ നല്ല നിലയിലുള്ള പങ്കാളിത്തമാണ് ഉണ്ടായത്. അതായത് 75% ഇവിടെ പങ്കെടുത്ത് സ്ത്രീകളാണ്. ഹാള് നിറഞ്ഞു കവിഞ്ഞ രൂപത്തിലുള്ള സ്ത്രീകളുണ്ടായിരുന്നു. പുരുഷന്മാർ മിക്കവാറും ആളുകളൊക്കെ പുറത്തിരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. സ്ത്രീകളാണ് ഈ പരിപാടികളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കിയത്. പ്രിയപ്പെട്ടവരെ, പ്രവാസി ലീഗിൻ്റെ നിയോജകമണ്ഡലം സെക്രട്ടറി പ്രിയങ്കരനായ PT റസാഖ് സാഹിബ് ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് രണ്ട് വാക്ക്. അസ്സലാമു ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴക്കോട് പഞ്ചായത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് KMCC എന്തിനും ഒരു മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ട് വളരെ ജനപങ്കാളിത്തം കൊണ്ട് ഈ ഹാള് നിറഞ്ഞ് നിബിഡമായി ആളുകൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ അത്രയ്ക്കും ജനപങ്കാളിത്തമായിരുന്നു ഇന്നത്തെ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഞാൻ കഴിഞ്ഞ 35 വർഷക്കാലം സൗദി അറേബ്യയിൽ പ്രവാസിയായിരുന്നു. KMCCയുടെ ഇനി വഹിക്കാത്ത ഒരു ഭാരവാഹിത്വവും ഇല്ല. 27 വർഷക്കാലത്തോളം പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം KMCCയുടെ പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. ഇപ്പോൾ നാട്ടിൽ ആണ്, മണ്ഡലം പ്രവാസി ലീഗിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഏതായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ജനപങ്കാളിത്തവും ഈ പരിപാടിയും കണ്ടപ്പോൾ ഒരു KMCCക്കാരൻ എന്ന നിലയ്ക്ക് ഹൃദയം നിറഞ്ഞുപോയി. എല്ലാവർക്കും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് എല്ലാം കൊണ്ടും പാർട്ടിക്ക്, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് അതൊരു വലിയൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും ആശംസ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവലോകനം നാലകത്ത് കുഞ്ഞാപ്പ സാഹിബ് റൌഫ്. പ്രിയങ്കരനായ കുഞ്ഞാപ്പ, ഞങ്ങൾക്കൊക്കെ KMCC എന്നുള്ള നിലയിൽ
താഴെക്കോട് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ KMCCയുടെ ഒരു സാന്നിധ്യമായി എല്ലാ വേദികളും നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിത്വമാണ്. ജിദ്ദയിൽ KMCC പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് അതിൻ്റെ ആ ഒരു ഫൗണ്ടർ എന്നുള്ള നിലക്കൊക്കെ ആ കാലത്തൊക്കെ ഏറ്റവും പഴയ കാലങ്ങളിലൊക്കെ KMCCയെ പടുത്തുയർത്താൻ നേതൃപരമായ പങ്കുവഹിച്ച ഇപ്പോൾ വിശ്രമ ജീവിതത്തിൽ നാട്ടിൽ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഈ കുഞ്ഞാപ്പ, ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയെക്കുറിച്ച് രണ്ട് വാക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ പരിപാടി വളരെ ഭംഗിയായിട്ടും അതിലുപരി സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ആത്മാർത്ഥമായി പങ്കെടുത്ത ഒരു പരിപാടിയായിട്ടാണ് ഇന്നത്തെ പരിപാടി മാറിയത്. പ്രത്യേകിച്ച് KMCCക്ക് ഒരു അഡ്രസ്സ് ഇന്ന് ഈ താഴെക്കോട് ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങളെപ്പോലുള്ള പൂർവികന്മാരുടെ കാലത്ത് തന്നെ ഉണ്ട്. എങ്കിലും താഴെക്കോട് ഒരു പരിപാടി ഇത്രയും ബമ്പം വിജയമാക്കി കൊടുത്ത ഈ KMCCയെ ഉത്തകണ്ഠം പ്രശംസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ജിദ്ദയിൽ 10-30 വർഷത്തോളം KMCCയിൽ പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ KMCCയെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഇന്നത്തെ ഈ പരിപാടി വളരെയധികം വിജയം നേടുന്ന ഒന്നാണ്. അത് നമ്മളെ ഭാവിക്ക് ഒരു മുതൽക്കൂട്ട് കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഹരിതാപം കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് KMCCയുടെയൊക്കെ വളരെ കൃത്യമായി തന്നെ കാലങ്ങൾ പ്രവർത്തിച്ച് പരിചയമുള്ള പ്രിയങ്കരനായ PK സമദ് സാഹിബ് നിലവിൽ കോഴിക്കോട് CH സെൻറ്റർ മാനേജറാണ്. ഇന്ന് ഹരിതാപം കുടുംബസംഗമം ഈ പരിപാടിയിൽ പങ്കെടുത്തു. അതിൻ്റെ ഒരു അവലോകനം പ്രിയപ്പെട്ട സമദ് സാഹിബ് നമുക്ക് നൽകും. അദ്ദേഹത്തെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പരിപാടി എന്തുകൊണ്ടും ഒരു വൻ വിജയമായിരുന്നു. നമ്മൾ ആളുകളുടെ പങ്കാളിത്തം കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ വനിതകളുടെ പങ്കാളിത്തം എല്ലാ വാർഡുകളിൽ നിന്നും ശക്തമായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ CH വിഭാവനം ചെയ്ത നമ്മുടെ ഈ വനിതകളെ അഭ്യസ്തരാക്കുക എന്നുള്ള ആ പരിപാടി ശക്തമായി വിജയിച്ചിരിക്കുന്നു. നമ്മുടെ ഇനിയുള്ള ഭരണചക്രം തിരിക്കേണ്ടത് നമ്മുടെ വനിതകളാണ് എന്നുള്ളതും KMCC അത് ശക്തമായ പിന്തുണ കൊടുത്ത് ഇത് വിജയിപ്പിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് KMCC സംഘടിപ്പിച്ച KMCCക്കാർക്കും വിജയിപ്പിച്ച പ്രത്യേകിച്ച് വനിതാ ലീഗിനെയാണ് നമ്മളിതിന് അഭിനന്ദിക്കേണ്ടത്. എല്ലാവർക്കും വേൽപ്പത്തൂർ സാഹിബിൻ്റെ ക്ലാസ് ഏറ്റവും ചിന്താദീപകമായിരുന്നു. അതേമാതിരി അബ്ബാസ് അലി തങ്ങളുടെ മോൻ്റെ ക്ലാസ്സും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വളരെ കനപ്പെട്ട വാക്കുകളായിരുന്നു. ഇനിയും ഇതുപോലെ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മളെ റായിൻ സാഹിബുണ്ട്, അതുപോലെ തന്നെ നസീർക്കുണ്ട്, മുഹമ്മദ് അലി അടക്കമുള്ള ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടന്ന ഹരിതാപം 2025 കുടുംബസംഗമം അതിന് നേതൃത്വം നൽകിയ ഗ്ലോബൽ KMCCയുടെ താഴെക്കോട് പഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷനാണ് അലി സാഹിബ് പിലാക്കൽ. അദ്ദേഹം ഇന്നത്തെ പരിപാടിയെക്കുറിച്ചൊന്ന് വിലയിരുത്താണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി KK ജാഫർ മാസ്റ്ററും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അപ്പോൾ ആദ്യമായി അലി സാഹിബിൻ്റെ ഒരു അവലോകനം നമുക്കൊന്ന് കേട്ട് നോക്കാം. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും എത്രയോ ഉപരി. ഞങ്ങൾ കണക്കുകൂട്ടിയത് 1000-1200 ഇത് 1500 മുകളിൽ പോയത് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ KMCC വിളിച്ചാലും മുസ്ലിം ലീഗ് വിളിച്ചാലും ആരും വരും എന്നുള്ളതിൻ്റെ പ്രതീക്ഷയാണ് ഇന്ന് കാണിച്ചു കൊടുത്തത്. ഏതായാലും സന്തോഷമുണ്ട്. വന്നവർക്കൊക്കെ തീർച്ചയായിട്ടും വളരെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അൽ സാഹിബ് രണ്ട് വാക്ക്. അതെ, സ്ത്രീകളുടെ പങ്കാളിത്തം തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചത് സ്ത്രീകൾ പകുതി എന്ന രൂപത്തിലായിരുന്നു. പക്ഷേ അവർ ഗോൾ മാറ്റി അടിച്ചു. കാരണം ഏകദേശം 80% സ്ത്രീകളും ബാക്കി 20% പുരുഷന്മാരും എന്ന അനുപാതത്തിലാണ് വന്നത്. തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള സംസാരമാണത്. താങ്ക് യു. ബഹുമാന്യനായ ജാഫർ മാസ്റ്റർ, ഇന്നത്തെ ഹരിതാപം 2025 കുറിച്ച്, ഇതിൻ്റെ വിജയത്തെക്കുറിച്ച് നമുക്ക് നിസ്തർക്കമായിട്ട് തന്നെ പറയാം, ഒരു വൻ വിജയമായിരുന്നു. പ്രതീക്ഷ മുഴുവൻ ആളുകളിൽ പങ്കെടുത്തു. പിന്നെ പുതിയ ഈ കാലഘട്ടത്തിൽ മനുഷ്യനൊക്കെ ഒരുപാട് സ്ട്രെസ്ഡാണ്. അപ്പോൾ അവർക്കൊരു റിലാക്സ് കിട്ടുന്ന രീതിയിലുള്ള ഇത്തരം ഒത്തുചേരലുകളും ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇൻസ്പിറേറ്റീവായ ടോക്കുകൾ കേൾക്കുമ്പോൾ വീട്ടിൽ കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ ഒന്നുകൂടെ മനസ്സിലാകും. മനസ്സിലുള്ള നമ്മുടെ പെരുമാറ്റ രീതി, നമ്മുടെ ഐഡിയാസ് അതിനൊക്കെ ഒന്നുകൂടി ചിട്ടപ്പെടുത്തി അതിനെ പോളിഷ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം ഗെറ്റുഗതറുകൾ, ഇത്തരം കൂടിച്ചേരലുകൾ മുസ്ലിം ലീഗിൻ്റെ സംഘടനയാണ് KMCC ഗ്ലോബൽ താഴെക്കോട് പഞ്ചായത്ത് KMCC നടത്തിയ പരിപാടിക്ക് വിജയത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അവരെ നേരുകയാണ്. ഇനിയും ഇന്ന് പരിപാടി നമുക്ക് സംഘടിപ്പിക്കുമാറാവും. പാർട്ടിക്ക് ഇത് എത്രത്തോളം ഗുണം ചെയ്തു എന്നുള്ളൊരു
പാർട്ടിക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ള ചോദ്യം തന്നെ പ്രസക്തമല്ല. കാരണം ഇത് മുഴുവൻ പാർട്ടിക്ക് ഗുണമാണ്. A to Z പാർട്ടിയാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയാണ്. അവരുടെ വിദേശത്ത് പോയ സമയത്തും അവരുടെ കുടുംബത്തെ ഓർക്കുന്നതോടൊപ്പം അതിലുപരി പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്ന ഏത് സഹായങ്ങളും സാമ്പത്തികമായും ശാരീരികമായും സേവന പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ പാർട്ടിക്ക് ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം KMCCയെ കുറിച്ച്. ഇത് നല്ല പരിപാടിയാണ്. പാർട്ടിക്ക് ഏറ്റവും മുതൽക്കൂട്ടാണ്. ഇതാൽ തുടർന്ന് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത് ഏറ്റവും വലിയ മുതൽക്കൂട്ടാവുമെന്ന് പ്രത്യാശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് താഴക്കോട് പഞ്ചായത്ത് ഗ്ലോബൽ KMCC സംഘടിപ്പിച്ച ഹരിതാപം 2025 കുടുംബ സംഗമം. അതിൽ ഇന്നത്തെ പങ്കാളിത്തത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പങ്കാളിത്തമാണ് എന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ഈ താഴക്കോട് പഞ്ചായത്തിൽ 1 മുതൽ 24 വാർഡിൽ കൃത്യമായി സ്ത്രീകളുടെ ആ ഒരു പങ്കാളിത്തം, അതിന് നേതൃത്വം നൽകിയ കോർഡിനേഷൻ എന്നുള്ള നിലക്ക് താഴക്കോട് പഞ്ചായത്ത് വനിതാ ലീഗിൻ്റെ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ നിയോജക മണ്ഡലം വനിതാ ലീഗിൻ്റെ ട്രഷറർ എന്നുള്ള നിലക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് പ്രബീണ ഹബീബ് ബ്ലോക്ക് മെമ്പർ കൂടിയാണ്. അതോടൊപ്പം തന്നെ മുൻ CDS ചെയർപേഴ്സൺ കൂടിയായ സാബിക്ക സത്താർ നിയോജക മണ്ഡലം ട്രഷറർ. ഇവരെ ഇന്നത്തെ നടത്തിയ ഒരു ഹാർഡ് വർക്ക് അത് ഞങ്ങൾക്കൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. അവർ അതിന് വലിയ ഒരു പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് പ്രിയപ്പെട്ട പ്രബീണ ഹബീബ് 2 വാക്ക് സംസാരിക്കും. ആദ്യമേ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. കാരണം ഗ്ലോബൽ KMCC ഇങ്ങനൊരു എന്താ പറയുക സംഗമം, കുടുംബ സംഗമം ഏറ്റെടുത്ത് നടത്തുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങളൊരു കുടുംബ സംഗമം ഉണ്ടാക്കണം മനസ്സോട് വിചാരിച്ചിരുന്നു. പ്രത്യേകിച്ച് താഴക്കോട് മേഖലയിൽ മനസ്സുകൊണ്ട് ഞാനും ഞങ്ങളെ കമ്മിറ്റി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് പഠിച്ചോന രൂപത്തിലും KMCC വന്നിട്ട് അത് നടത്തി തന്നതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവർ ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച മുമ്പാണ് തോന്നുന്നു ഞങ്ങളെ KDSനെ വിളിച്ചിട്ടൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. ഇവിടെ തന്നെ ഷാനിമാർ വിളിച്ചിട്ട് ചെറിയൊരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ ഞങ്ങൾ വിചാരിച്ചത് ഈ KDSനെ കൊണ്ട് ഓരോ വാർഡിലും, അതിനു മുമ്പ് മുസ്ലിം ലീഗ് പാർട്ടി എല്ലാ മേഖലയിലും ഒരു 6 ക്ലസ്റ്ററായിട്ട് നമ്മളെ 6 മേഖലയായിട്ട് നമ്മളെ എല്ലാ പഞ്ചായത്തിൻ്റെ ഓരോ ക്ലസ്റ്ററായിട്ട് നമ്മളെ പഞ്ചായത്തിൻ്റെ ഓരോ മേഖലയിൽ ഉണ്ടാക്കിയിരുന്നു. അത് തന്നെ ഞങ്ങളും ഫോളോ അപ്പ് ചെയ്തു. ഫോളോ അപ്പ് ചെയ്ത 6 മേഖലയിലും ഞങ്ങൾ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഞങ്ങളെ വനിതാ ലീഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ഉത്തരവാദിത്വം കൊടുത്തിട്ട് ആ ഉത്തരവാദിത്വം കൊടുത്ത് ഓരോരോ ഭാഗവും അവരെ ഏൽപ്പിച്ചു. തീർച്ചയായിട്ടും അവർക്ക് അതിന് അഭിനന്ദനങ്ങൾ പറഞ്ഞാലും മതിയാവില്ല. അവരോട് സ്നേഹം എത്രത്തോളം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെയാണ് വാർഡ് കമ്മിറ്റിക്കാർ. ഓരോ നിമിഷവും അവർ ഓരോരോ കാര്യങ്ങളും ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു. ഒരു വാർഡ് വീക്കായാൽ നമുക്കത് ക്ഷീണമാക്കും. എന്തിനു പറയുന്നു, നമുക്ക് 1-ാം വാർഡായിരുന്നു ഏറ്റവും പ്രശ്നം. അതിന് പോലും പങ്കാളിത്തമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനിയിപ്പോൾ അത് ലിസ്റ്റ് നോക്കിയാലേ അറിയൂ. എന്നാൽ അൽഹംദുലില്ലാഹ് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഞങ്ങളെ കൂടെയുള്ള ഞങ്ങളെ സഹോദരിമാരും നല്ലോണം ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട്. അവരോടാണ് തീർച്ചയായും ഇതിൻ്റെ അഭിനന്ദനങ്ങൾ പറയുന്നത്. പിന്നെ ഇത്രയും ഒരു സംവിധാനം ഉണ്ടാക്കി തന്നെ നമ്മുടെ ഗ്ലോബൽ KMCC. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ KMCC എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ വികാരമാണ്. ഞാനത് തൊട്ടറിഞ്ഞൊരു വ്യക്തിയും കൂടാണ്. എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഹജ്ജ് സമയത്തും കാര്യത്തിലും ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഞാൻ എൻ്റെ കണ്ണുക്കുള്ളിലെ കണ്ടിട്ടും അവിടുത്തെ ഓരോ കാര്യങ്ങളും കണ്ടൊരു വ്യക്തിയും കൂടിയാണ്, അത് അനുഭവിച്ചൊരു വ്യക്തിയുമാണ്. ഏതായാലും പഠിച്ച തമ്പുരാൻ അതിനുള്ള പ്രതിഫലം എല്ലാ KMCC പ്രവർത്തനങ്ങൾക്കും എല്ലാവർക്കും അതിനുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞു എൻ്റെ വാക്ക്. ഇന്നത്തെ പരിപാടി നമ്മളെ താഴക്കോട് പഞ്ചായത്ത് വനിതാ ലീഗിന് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു 2 വാക്ക്. എൻ്റെ ഒരു സങ്കടം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജനറൽ സെക്രട്ടറി അഫ്സത്ത് ഹംസ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ആക്റ്റീവ് ഒരു പേഴ്സണായിരുന്നു. പക്ഷേ ശാരീരിക പ്രശ്നം കൊണ്ട് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് അവൾക്ക് രംഗത്ത് വരാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല. പക്ഷേങ്കിൽ അവളെ എല്ലാം കൊണ്ടും ഓൺലൈനിൽ കൂടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു ആ പ്രവർത്തനങ്ങളൊക്കെ അവൾ ചെയ്തു തരുന്നു. ഇന്നും ഒരു 10 മിനിറ്റ് ഇവിടെ കാറിൽ വന്നിരുന്നു. എറണാകുളം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇതിന് പങ്കെടുക്കണം അത്ര ആഗ്രഹിച്ചിട്ട് പോലും 10 മിനിറ്റ് ഇവിടെ വന്നിരുന്നു. എന്തിനും അവൾക്ക് ഇരിക്കാൻ കഴിയായിട്ട് പോലും അവളിവിടെ വന്നിരുന്നു. ആ 10 മിനിറ്റ് അവളൊരു ആശ്വാസത്തിന് വേണ്ടി അത്രയും ആഗ്രഹിച്ചൊരു പ്രോഗ്രാമായിരുന്നു. ഏതായാലും ഈ സമയത്ത് ഞാൻ അവളെയും ഓർക്കുകയാണ്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് വനിതാ ലീഗിനെ ഉള്ള ഒരു പോസിറ്റീവ് എനർജി ഇതിൽ നിന്ന് ലഭിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ എങ്കിൽ കൂടി നിങ്ങളുടെ ഒരു കോർഡിനേഷൻ, അതിൻ്റെ പ്രവർത്തനം വളരെ ഗംഭീരമായി. അതിന് നേതൃത്വം നൽകിയ ലീഡേഴ്സിനെ ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുക.
പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സ്ത്രീ പങ്കാളിത്തത്തെക്കുറിച്ച് നിയോജകമണ്ഡലം ട്രഷറർ കൂടിയായ സാബിക സത്താർ 2 വാക്ക് പറയും. പ്രിയമുള്ളവരെ, ഗ്ലോബൽ KMCC താഴേക്കോട് പഞ്ചായത്ത് മേഖലയിൽ ഇങ്ങനെ ഒരു കുടുംബസംഗമം വെച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ എല്ലാ ഭാഗത്തു നിന്നും താഴേക്കോട് പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഇത്രയും സ്ത്രീ പങ്കാളിത്തം വന്നതിൽ എന്തായാലും അതിയായ സന്തോഷം. ഇങ്ങനെയൊരു ജനപങ്കാളിത്തത്തോടു കൂടി ഇങ്ങനെ പ്രോഗ്രാം വിജയിപ്പിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. അതേപോലെ ഗ്ലോബൽ KMCC താഴേക്കോട് പഞ്ചായത്തിൽ ഇങ്ങനെ പ്രോഗ്രാം വെച്ച എല്ലാ സംഘാടകർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നൽകുന്നു. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഹരിതാപം കുടുംബസംഗമത്തെക്കുറിച്ച് അലൈൻ KMCCയുടെ നിയോജക മണ്ഡലം പ്രസിഡൻ്റായി 10 വർഷത്തോളം സേവനമനുഷ്ഠിച്ച് കൃത്യമായി തന്നെ രംഗത്ത് പാർട്ടിയുടെ പ്രധാന കേഡർ രംഗത്തൊക്കെ കൃത്യമായി നിലവിൽ പാലിയേറ്റീവ് ദശാബ്ദങ്ങൾ പാലിയേറ്റീവിൻ്റെ കൺവീനർ കൂടി സ്ഥാനം വഹിക്കുന്ന പ്രിയങ്കരനായ പൊന്നേത്ത് ഉണ്ണീൻക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പൊതുരംഗത്തൊക്കെ കൃത്യമായി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഉണ്ണീൻക ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് അദ്ദേഹം ഇന്നത്തെ ഹരിതാപം കുടുംബസംഗമം എത്രത്തോളം പാർട്ടിക്ക് ഗുണം ചെയ്തു, ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് 2 വാക്ക് പ്രിയപ്പെട്ട ഉണ്ണീൻക സംസാരിക്കും. സഹോദരി സഹോദരന്മാരെ, താഴേക്കോട് പഞ്ചായത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയൊരു കുടുംബസംഘമായിരുന്നു. മാഷാ അല്ലാ. KMCC മാത്രമല്ല, ഇന്നിവിടെ കണ്ടവരിൽ നമ്മളെ ഈ നാട്ടിൻ്റെ ഓരോ സ്പന്ദനം അറിയുന്ന ഓരോ കുടുംബങ്ങളും കുട്ടികളും വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുത്തുന്ന വളരെ വിജയത്തിൻ്റെ പിന്നിലുള്ളത്. നല്ല ഡോക്ടർ സംസാരം 2 മണിക്കൂർ നീണ്ടുനിന്നിട്ട് ഒരു കുട്ടി പോലും എഴുന്നേറ്റ് നിൽക്കാതെ ആ മുഴുവൻ പുസ്തകം കേട്ടിരുന്നു. അതുപോലെ ലബീബ മാഡത്തിൻ്റെ വളരെ കഴിവുറ്റ ആ ഒരു പ്രസൻറ്റേഷൻ തന്നെ നമ്മുടെ KMCC എടുത്ത് പറയേണ്ടതാണ്. ഇതുപോലുള്ള സാംസ്കാരിക പ്രവർത്തനരംഗത്തൂടെ KMCC കയ്യൊപ്പ് വെച്ചു എന്നുള്ളത് തെളിയിക്കുന്നതാണ്. 41 കൊല്ലക്കാലം KMCC വേണ്ടി പ്രവർത്തിച്ചാണ്. ഇന്ന് KMCC ഓണറായിട്ട് മെമ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുവരെ കണ്ടതിൽ എനിക്ക് തോന്നുന്നത് ഇതുപോലൊരു കുടുംബസംഘം ഇതുവരെ താക്കുന്നുണ്ടായിട്ടില്ല. എടുത്തു പറയേണ്ടത് നമ്മുടെ വനിതാ യൂണിയൻ തന്നെയാണ്. ആ ലീഡേഴ്സിൻ്റെ ഉറക്കമില്ലാത്ത പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും ആളുകൾ ഇതിൽ പങ്കെടുത്തതും ഇത്രയും വിജയിപ്പിക്കാൻ പറ്റും. നമ്മൾ കണ്ടതാണ് 1000 പേർക്ക് സീറ്റ് ഒതുക്കിയിട്ടും അതിനപ്പുറമുള്ള ആളുകൾ പുറത്തുനിന്ന് വീക്ഷിച്ചിരുന്നത്. നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും നല്ല മുതൽക്കൂട്ടായിരിക്കും. എല്ലാവിധ ഭാഗങ്ങളും ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയിക്കുകയാണ്. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഗ്ലോബൽ KMCC സംഘടിപ്പിച്ച ഹരിതാപം കുടുംബസംഗമം 2025 അതിൻ്റെ പരിപാടി ചരിത്ര സംഭവമായി എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ എന്തായാലും അതിനെക്കുറിച്ച് ആ ആളുകളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഏതായാലും അതിൻ്റെ ആധികാരികമായി പ്രതികരിക്കാൻ അതിൻ്റെ ഒരു സംഘാടകൻ എന്നുള്ള നിലക്കും അതോടൊപ്പം തന്നെ താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ നിലവിൽ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്തിരിക്കുന്ന MT അഫ്സൽ, പ്രവാസി രംഗത്ത് KMCCയുടെ ഒക്കെ നിസ്സീമമായ പ്രവർത്തനങ്ങൾ നടത്തി ഒരുപാട് ചരിത്രങ്ങൾ രചിച്ച പ്രിയപ്പെട്ട MT അഫ്സൽ, മുസ്ലിം ലീഗിൻ്റെ അമരത്തേക്ക് വരുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ് KMCCയുടെയും പ്രവാസി ലീഗിൻ്റെയൊക്കെ കൃത്യമായൊരു പങ്കാളിത്തത്തോടു കൂടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് അതൊരു മുതൽക്കൂട്ടാവുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൃത്യമായി തന്നെ ഇന്നത്തെ പരിപാടിയുടെ ഒരു വിലയിരുത്തൽ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട അഫ്സൽ സംസാരിക്കും. നമസ്കാരം. നമ്മൾ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന് ശക്തി പകരുന്ന രൂപത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന് താഴേക്കോട് ഷാലിമാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. ഹരിതാപം 2025 എന്ന പേരിൽ താഴേക്കോട് ഗ്ലോബൽ KMCCയുടെ ബാനറിൽ ഇന്ന് ഷാലിമാർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എന്തുകൊണ്ടും എന്നും ശ്രദ്ധിക്കപ്പെടുന്ന എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിലും അധികം ആളുകളാണ് ഇന്നത്തെ പരിപാടിക്ക് എത്തിച്ചേർന്നത്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് കുടുംബിനികളായിട്ടുള്ള വനിതകളുടെ പ്രത്യേകമായി ഞങ്ങൾക്ക് എടുത്തു പറയേണ്ടത് അവരുടെ പ്രത്യേക സാന്നിധ്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ആളുകളൊക്കെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വനിതാ ലീഗിൻ്റെ താഴേക്കോട് പഞ്ചായത്തിലുള്ള ഭാരവാഹികളും വാർഡുകളിൽ നിന്നുള്ള വനിതാ ലീഗിൻ്റെ നേതാക്കന്മാരുമൊക്കെ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയും ഇതിന് വ്യക്തമായ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ പോഷക ഘടകങ്ങളായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗ്, അതുപോലെ തന്നെ MSF, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ, പ്രവാസി ലീഗ്, അതുപോലെ ദളിത് ലീഗ്, ഇങ്ങനെയുള്ള എല്ലാ പോഷക ഘടകങ്ങളും വളരെ നല്ല നിലയിൽ തന്നെ ഇത് ഏറ്റെടുക്കുകയും ഹരിതാപം 2025 വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഏറ്റവും വലിയ ഫലമാണ് ഇന്ന് ഷാലിമാർ ഓഡിറ്റോറിയത്തിൽ കാണാൻ കഴിഞ്ഞത്.
ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ് ഓഡിറ്റോറിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രവർത്തകരാണ് ഇന്ന് അവിടെ എത്തിച്ചേർന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഏറ്റവും ശക്തമായ ഒരു പിന്തുണയും ഏറ്റവും നല്ല രൂപത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രചോദനമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടന്ന ഹരിതാപം 2025 കുടുംബ സംഗമത്തിൻ്റെ ഒരു അവലോകനം പ്രിയങ്കരനായ താഴക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് നിഷാദ്, അതുപോലെ തന്നെ ട്രഷറർ അൻസാദ് അടക്കമുള്ളവരുണ്ട്. ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് മുസ്ലിം യൂത്ത് ലീഗിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹരിതാപം 2025 എന്ന പേരിൽ ഗ്ലോബൽ KMCC താഴക്കോട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ വലിയ ഒരു കുടുംബസംഗമം നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു കുടുംബസംഗമമായിട്ടാണ് ഞങ്ങളിതിനെ നോക്കിക്കാണുന്നത്. കാരണം ഓരോ വാർഡിൽ നിന്നും 100ഉം 200ഉം 50ഉം ആളുകൾ, വനിതകൾ ഒഴുകി വന്നുകൊണ്ട് നമ്മുടെ ഈ പരിപാടി വമ്പം വിജയമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗ്ലോബൽ KMCCയെ, അതിൻ്റെ സംഘാടകരെ നമ്മളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു ക്യാമ്പ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ആയ സമയത്ത് വളരെ നല്ല രീതിയിൽ നമ്മുടെ കുടുംബിനികളെ, സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ പരിപാടി വളരെ ഗംഭീരം, സംഘാടനം അതിലും ഗംഭീരം. ട്രഷർക്ക് എന്തെങ്കിലും പറയണ്ടോ? രണ്ടുപേർക്ക് പറയും. നല്ലൊരു ജനപങ്കാളിത്തത്തോടെ ഈ പരിപാടി ഗ്ലോബൽ KMCC നല്ലൊരു ജനപങ്കാളിത്തത്തോടെ ഈ പരിപാടി നടത്തി എല്ലാവിധ അഭിനന്ദനവും അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഹരിതാപം കുടുംബ സംഗമത്തെക്കുറിച്ച് പ്രതികരിക്കുന്നു പ്രിയപ്പെട്ട ദളിത് ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, മുൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ താഴക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച് വളരെ ഒരുപാട് വികസന വിപ്ലവങ്ങൾക്ക് നാന്ദി കുറിച്ച നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട റീന ടീച്ചർ ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുന്നു. പ്രിയപ്പെട്ട റീന ടീച്ചറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താഴക്കോട് ഗ്ലോബൽ KMCCയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ ഷാലിമാർ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഹരിതാപം 2025 എന്ന മഹാ കുടുംബ സംഗമം വളരെ പ്രോടോജ്വലമായി. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അതിശയിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഓരോ പ്രവർത്തകരും, പ്രത്യേകിച്ച് വനിതകളായിട്ടുള്ള നമ്മുടെ സഹോദരിമാരൊക്കെ ഇന്ന് ഈ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയത്. ഏകദേശം 1500-ലധികം ആളുകൾ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു ഇന്നിവിടെ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, KMCCയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കുമൊക്കെ ആശ്വാസവും സാന്ത്വനവുമായിട്ടാണ് നമ്മുടെ KMCC ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരിപാടി തീർച്ചയായിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിനൊരു ഊർജ്ജമായി മാറും എന്നുള്ള ഒരു പ്രത്യാശയാണ് ഉള്ളത്. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടന്ന ഹരിതാപം 2025 ഒരു അവലോകനം പ്രിയങ്കരനായ ജിദ്ദ KMCCയുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്നത്തെ ഈ ഹരിതാപം 2025 കുടുംബ സംഗമത്തിൻ്റെ ഒരു അവലോകനം എങ്ങനെ ഉണ്ടായിരുന്നു? ബഹുമാന്യനായ അറഞ്ഞിക്കൽ അബ്ദുറഹ്മാനാണ് ഇന്ന് നമ്മളോട് പ്രതികരിക്കുന്നത്. പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ, ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് രണ്ട് വാക്ക്. ഈ താഴക്കോട് പഞ്ചായത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പരിപാടി മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ KMCC ആദ്യമായി നടത്തിയത് വൻ വിജയമായിട്ടുണ്ട്. എല്ലാവിധത്തിലും എല്ലാ സംഘടനാ മികവിലുമായിക്കൊണ്ട് യൂത്ത് ലീഗായാലും MSF ആയാലും ലീഗായാലും എല്ലാവരും നല്ലപോലെ സഹകരിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി വൻ വിജയമാക്കിയ താഴക്കോട് പഞ്ചായത്തിലെ ഹരിതമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് വൻ വിജയമാക്കിയ പ്രവർത്തിപ്പിച്ച എല്ലാ തലത്തിലുമുള്ള എല്ലാവർക്കും ജിദ്ദ KMCCയുടെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടന്ന ഹരിതാപം കുടുംബ സംഗമം ആ പരിപാടിയിലെ ഒരു കോർഡിനേഷൻ ഒക്കെ നേതൃപരമായ പങ്കുവഹിച്ച നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ, താഴക്കോട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനും എല്ലാം അദ്ദേഹത്തിൻ്റേതായ പ്രത്യേക പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ തുറുപ്പുചീട്ട് എന്നൊക്കെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന പ്രിയങ്കരനായ കളപ്പാടൻ ഹുസൈൻ സാഹിബ് കഴിഞ്ഞ ഈ വോട്ട് ചേർക്കലുമായൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായി അദ്ദേഹത്തിൻ്റെ എഫേർട്ടൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. അദ്ദേഹം ഇന്ന് നടന്ന കുടുംബ സംഗമത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ നമുക്ക് കേട്ടുവെക്കാം. ഹുസൈൻ സാഹിബ് സംസാരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രാദേശിക തലം തൊട്ട് പഞ്ചായത്ത് തലം വരെ ഒരെണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
പോഷക സംഘടനയുടെ മാത്രം വിജയമല്ല, കലക്റ്റീവായിട്ടുള്ള ഒരു വിജയമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങളെ പ്രതീക്ഷക്കപ്പുറത്തേക്കുള്ള ആചരണനില ഉയർന്നിട്ടുണ്ട്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മുടെ സഹോദരിമാർ പുരുഷന്മാരെക്കാളും നന്നായി അവകാശിച്ചെടുത്തിട്ടുണ്ട്. അവർക്ക് കൃത്യമായ ജനാധിപത്യ ബോധമുണ്ട്. ആ ജനാധിപത്യ ബോധം അവർ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ ജനകീയ കോടതിയിൽ അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഈ പരിപാടി വിജയിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ഓക്കെ, പോരെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഹരിതാപം കുടുംബസംഗമം അതിൽ ഇന്നത്തെ പങ്കാളിത്തത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിൽ നമ്പർ 1 സ്ഥാനത്തേക്ക് ഇന്ന് പരിഗണിക്കപ്പെട്ട് വളരെ സന്തോഷത്തോടെ അതിൻ്റെ 18ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാന പദം അലങ്കരിക്കുന്ന കർണാടൻ ഹസീസ്, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം തൊഴിലാളി യൂണിയൻ STUവിൻ്റെ താഴേക്കോട് പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്നത്തെ പരിപാടിയെക്കുറിച്ചൊന്ന് വിലയിരുത്തും. പ്രിയപ്പെട്ട ഹസീസിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. KMCCയുടെ പ്രവർത്തനത്തിലും പ്രവാസി ലീഗിൻ്റെ പ്രവർത്തനത്തിലുമൊക്കെ അദ്ദേഹം സജീവമായ സാന്നിധ്യം അറിയിച്ച വ്യക്തിത്വം കൂടിയാണ്. എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച വ്യക്തിത്വം പ്രിയപ്പെട്ട KN ഹസീസ് ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് ഒന്ന് വിലയിരുത്തും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എല്ലാവർക്കും നമസ്കാരം. സഹോദരങ്ങളെ, ഇന്ന് താഴേക്കോട് പഞ്ചായത്ത് ഗ്ലോബൽ KMCC നടത്തിയ നമ്മുടെ ഈ ഹരിതാപം പരിപാടി എന്തുകൊണ്ടും വളരെയേറെ നമുക്ക് ഗുണകരവും അതുപോലെ നല്ലൊരു മികച്ച അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനവും കൊണ്ട് വലിയൊരു നേട്ടം നമുക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടും മറ്റുള്ള എല്ലാ മേഖലകളിലും നമ്മൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇന്ന് നമ്മൾ ഹരിതാപം ഇവിടെ കൊണ്ട് നടത്തിയത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഗ്ലോബൽ KMCC ആണെങ്കിലും മാതൃസംഘടനയായ മുസ്ലിം ലീഗും അതിൽ ഉള്ള പോഷക ഘടകങ്ങളുമൊക്കെ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ വാർഡ് കമ്മിറ്റികളും അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും താഴേക്കോട് പഞ്ചായത്ത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിൻ്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ പരമാവധി ഒരു 10-100 ആളുകളെ ഞങ്ങൾ STUവിൻ്റെ ഭാഗത്തു നിന്ന് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 18ാം വാർഡ് 24 വാർഡിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച വാർഡായി അതിൻ്റെ മെമൻറ്റോ ഞങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിലും എല്ലാവരും ഇതിൽ പങ്കാളികളാകണമെന്നും ഇന്ന് ഇവിടെ നടന്ന പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഗ്ലോബൽ KMCC. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടന്ന ഹരിതാപം 2025 കുടുംബസംഗമത്തെക്കുറിച്ച് താഴേക്കോട് മേഖലയിൽ മുസ്ലിം ലീഗിനെ കൃത്യമായി ഞങ്ങൾക്കൊക്കെ താഴേക്കോട് മേഖലയിൽ മുസ്ലിം ലീഗിനെ ആ ഒരു കോർഡിനേഷനൊക്കെ ചെയ്യുന്ന ആ താഴേക്കോട് മേഖല വരുന്ന ഒരു വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റ്, 20ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റ് നാലകത്ത് ഷുക്കൂർ ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് ഇന്ന് നടന്ന കുടുംബസംഗമത്തെക്കുറിച്ച് അദ്ദേഹം ഒന്ന് വിലയിരുത്തും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഗ്ലോബൽ KMCCൻ്റെ നേതൃത്വത്തിൽ നടന്ന ഹരിതാപം കുടുംബസംഗമം വളരെ ഗംഭീരമായി നമ്മൾ സംഘാടകർ കരുതിയതിലും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ചും കുടുംബിനികൾ ഈ വേദിയിലേക്ക് തള്ളിക്കയറുന്ന കാഴ്ചയാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ കണ്ടത്. ഈ പ്രസ്ഥാനം, പ്രചോദനം, വിചിന്തനം എന്ന പ്രമേയത്തിൽ ഊന്നിയാണ് ഇന്നിവിടെ ഈ ഹരിതാപം കുടുംബസംഗമം നടത്തിയിട്ടുള്ളത്. ഈ പരിപാടി വളരെ നന്നായിട്ട് കണ്ടക്ട് ചെയ്ത നമ്മുടെ KMCC ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്. അവർ നന്നായിട്ട് അഹോരാത്രം പ്രയത്നിച്ചിട്ടാണ് ഓരോ വാർഡിൽ 24 വാർഡുകളിലും പ്രയത്നിച്ച് അവിടെ നിന്നുള്ള പ്രവർത്തകരെയും കുടുംബിനികളെയും ഈ പരിപാടിയിലേക്ക് എത്തിച്ച് ഇത് വൻ വിജയമാക്കി തീർത്തിട്ടുണ്ട്. നമ്മുടെ ഹാള് ഈ അനക്സ് നിറഞ്ഞു കവിഞ്ഞ് പുറത്ത് സ്ക്രീന് വെച്ചിട്ടാണ് ആളുകൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു സൂചന ഈ ഒരു പരിപാടി ഇത് ചൂണ്ടുപലക അതെ ചൂണ്ടുപലകയായിട്ട് വേണം നമ്മൾ കരുതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ മുസ്ലിം ലീഗിൻ്റെ മുന്നേറ്റത്തിന് ഈ ഒരു ഹരിതാപം കുടുംബസംഗമം KMCCയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഹരിതാപം കുടുംബസംഗമം ഇടയാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഹരിതാപം കുടുംബസംഗമത്തെക്കുറിച്ച് 17ാം വാർഡ് വനിതാ ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സെൽമത്ത് പ്രതികരിക്കുന്നു. സെൽമത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്ന് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ അഭിപ്രായം? വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ പരിപാടിനെ കുറിച്ചിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ
നമ്മളെ കുടുംബസംഗമമാണ് ഷാലിമാർ ഓഡിറ്റോറിയം അതിഗംഭീരമായിട്ട് നടന്നത്. അതിൽ 17-ാം വാർഡിൽ നിന്ന് തന്നെ ഒരു 75 പേരെ ഒത്തിരി കൊണ്ടുവരാൻ പറ്റിയെന്നില്ല, സന്തോഷിക്കുന്നു. പിന്നെ നമ്മുടെ പരിപാടിനെ കുറിച്ചിട്ട് പറയുകയാണെന്ന് വെച്ചാൽ പറയേണ്ട കാര്യമല്ല, കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അതിഗംഭീരമായിട്ട് നടന്നു. ഇവിടെ പ്രസംഗത്തിന് വേണ്ടപ്പെട്ട കാര്യപ്പെട്ട ആളുകളൊക്കെ വന്ന് സംസാരിച്ചു. നന്നായി പോകുന്നു. പരിപാടി നന്നായി ഉഷാറായി പോയി. ഇന്നത്തെ പരിപാടിക്ക് KMCCക്ക് എത്രത്തോളം നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വനിതാ ലീഗിനെ സംഘടിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ എത്രത്തോളം മെച്ചപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് KMCCക്കാർക്ക് എത്രത്തോളം നിങ്ങളെ ഒരു നന്ദി പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് കണ്ടുവാക്കും. KMCCനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ല. അത് അതിഗംഭീരമായിട്ട് നമ്മൾ പരിപാടിനെ കുറിച്ചിട്ട് വന്ന് സംഘടിപ്പിച്ചു. നല്ല ഉഷാറായിട്ട് തന്നെ നടത്താൻ പറ്റി. എല്ലാവരും നല്ല അഭിപ്രായത്തിലാണ് മടങ്ങിപ്പോയത്. ഒരു 2000-2500ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായി മാറ്റാൻ പറ്റി. അതിന് നല്ല KMCCനോട് നമ്മൾ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ നടന്ന നമ്മളെ ക്ലാസ്സിൽ സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ ഒരു 1.5 മണിക്കൂറോളം ക്ലാസ് ഉണ്ടായിരുന്നു. അത് എത്രത്തോളം സ്ത്രീകൾക്ക് കുടുംബിനികൾക്ക് ഗുണം ചെയ്തു എന്നുള്ളതിന് അഭിപ്രായം? കുടുംബിനികളെ കുറിച്ചിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് ക്ലാസ്സുകൾ കേൾക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുമെന്നാണ് എൻ്റെ ഒരു ഉറപ്പും എൻ്റെ തീരുമാനം. അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അത് നന്നായി പോട്ടെ, ഇനിയുള്ള കാര്യങ്ങളും ഇതുപോലെ തന്നെ നന്നായി നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം എല്ലാവരോടും നന്ദി വരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടന്ന ഹരിതാപം കുടുംബസംഗമത്തെക്കുറിച്ച് താഴക്കോട് പ്രദേശത്തുള്ള ഒരു വാർഡിൻ്റെ പ്രതിനിധികൾ എന്നുള്ള നിലക്ക് നിലവിൽ 4-ാം വാർഡിൻ്റെ പ്രതിനിധികളായ വാർഡ് ട്രഷറർ പ്രിയപ്പെട്ട മുസ്തഫ മുത്തുണ്ട്, അതുപോലെ തന്നെ സിദ്ദീഖുണ്ട്, ഞങ്ങളെ സാദത്ത്, ഷബീർ, അതുപോലെ തന്നെ സിദ്ദീഖ്, കരീം അടക്കമുള്ള കരീമൊക്കെ പ്രവാസി ആയിട്ട് ഇവിടെ എത്തി നാട്ടിലുള്ള ഒരാളാണ്. അപ്പോൾ ഇന്ന് നടത്തിയ പരിപാടിയെക്കുറിച്ചിട്ടൊക്കെ നിങ്ങളൊക്കെ ഒരു 2 വാക്ക് നിങ്ങൾ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി എന്നുള്ള നിലക്ക് ഒന്ന് 2 വാക്ക് സംസാരിക്കും. അലൈഹിസ്സലാം. ഇന്നത്തെ താഴക്കോട് പഞ്ചായത്ത് ഗ്ലോബൽ KMCCയുടെ പരിപാടി വൻ വിജയമാക്കി തന്നു. എല്ലാവരും 2500 പേർ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. വളരെ ഉഷാറാക്കി ഭംഗിയായി കഴിഞ്ഞു. ഇതിന് KMCC എല്ലാ ഭാരവാഹികൾക്കും നന്ദി. അനുഗ്രഹീത ഗായകൻ കൂടിയായ പ്രിയപ്പെട്ട വാർഡ് മുസ്ലിം ലീഗ് ട്രഷറർ മുത്തു പാർട്ടിയെക്കുറിച്ച് 2 വരി പാട്ട് പാടും. മുത്തുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സംഘടിക്കു ന്യൂനപക്ഷമേ, ശത്രുക്കളേറെയുണ്ട് പിന്നിൽ ധീരമക്കളെ. സംഘടിക്കു ന്യൂനപക്ഷമേ, ശത്രുക്കളേറെയുണ്ട് പിന്നിൽ ധീരമക്കളെ. ഉയരേറെ നൽകി നമ്മൾ വാർത്തെടുത്ത മുസ്ലിം ലീഗ് ഉயிருള്ള കാലത്തോളം നമ്മൾ കാക്കും ഇന്ത്യയിൽ. ഉயிருള്ള കാലത്തോളം നമ്മൾ കാക്കും ഇന്ത്യയിൽ. ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, ലീഗ് സിന്ദാബാദ്, മുസ്ലിം CC സിന്ദാബാദ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഹരിതാപം കുടുംബസംഗമം താഴക്കോട് ടൗൺ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി, 5-ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഹരിത പതാക എവിടെ പാറിപ്പറക്കുന്നുണ്ട് അവിടങ്ങളിലൊക്കെ ഓടിയെത്തി, ഒറ്റക്കാണെങ്കിൽ പോലും അവിടെ എത്തുന്ന ഒരു പ്രിയപ്പെട്ട കേക്കനാടൻ അസീസ് സാഹിബ്. ഇന്ന് നടന്ന ഹരിതാപം കുടുംബസംഗമം എന്ന പരിപാടി എത്രത്തോളം പാർട്ടിക്ക് ഗുണം ചെയ്തു, എത്രത്തോളം പരിപാടി ഉഷാറായി എന്നതിനെക്കുറിച്ച് അസീസ് നമ്മോട് പ്രതികരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഗ്ലോബൽ KMCC താഴക്കോട് പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ ഹരിതാപം 2025 എന്ന പ്രോഗ്രാം വളരെ എന്തുകൊണ്ടും എല്ലാ അർത്ഥത്തിലും വളരെ വിജയകരമായിരുന്നു. നമ്മുടെ വീടുകളിൽ ഉറങ്ങിക്കിടങ്ങിയിരുന്ന നമ്മുടെ സഹോദരിമാരെ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ പതാക കീഴിൽ കൊണ്ടുവരാൻ അവർ നമ്മുടെ പാർട്ടിയുടെ അവരെയും പ്രത്യേകിച്ച് മക്കളെ വളർത്തുന്ന അവരെയും പുതിയ തലമുറയെയും നമ്മുടെ പാർട്ടിയുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം ഉപകാരപ്രദമായി. തീർച്ചയായും ഈ ഉദ്യമം നമുക്ക് മുതൽക്കൂട്ടാവട്ടെ. നമ്മുടെ ഗ്ലോബൽ KMCCയുടെ ഭാരവാഹികളെയും അതുപോലെ പഞ്ചായത്ത് കൃഷിയുടെ ഭാരവാഹികളെയും ഇതിനുവേണ്ടി പ്രത്യേകിച്ച് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഹരിതാപം കുടുംബസംഗമത്തെക്കുറിച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ ആയിരുന്ന പ്രിയപ്പെട്ട കപൂർ സൗദ ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് സൗദാത്തെ 2 വാക്ക് സംസാരിക്കും. സൗദാത്തെ ക്ഷണിക്കണം. സൗദാത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി ഉഷാറായല്ലോ. നമ്മൾ വിചാരിച്ചതിൽ അധികമായിട്ട് ഉഷാറായി. ഇന്നത്തെ പരിപാടിയെ കുറിച്ചിട്ട് KMCCക്കാരോട് എന്താ നമുക്ക് പറയാനുള്ളത്?
MCCക്കാർ ചെയ്യുന്ന പ്രവർത്തനം ഏറ്റവും നല്ല പ്രവർത്തനമായി ഇപ്പോൾ ഇന്ന് ഇന്നത്തോടുകൂടെ നല്ലൊരു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് എത്രത്തോളം നമുക്ക് ഗുണം ചെയ്യും? നല്ല വിജയം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ താഴക്കോട് പഞ്ചായത്ത് ഗ്ലോബൽ KMCCയുടെ കുടുംബസംഗമം, ആ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ഗ്ലോബൽ KMCCയുടെ പരിപാടിയുടെ ഖജാൻജി കൂടിയായ സിദ്ദീഖ് മലയിൽ, ഞങ്ങളൊക്കെ അദ്ദേഹം ഈ ഒരു ഗ്ലോബൽ KMCCയുടെ ഇങ്ങനെ ഒരു പരിപാടി അദ്ദേഹം ഇവരൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ ഇത്രത്തോളം ഒരു പങ്കാളിത്തം, ഏറിപ്പോയ ഒരു 500 ആളെ പങ്കാളിത്തമാണ് പ്രിയപ്പെട്ട ഞങ്ങളെപ്പോലത്തെ ഒരു എസ്റ്റേറ്റ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഞങ്ങളൊക്കെ കവച്ചുവെട്ടി താഴക്കോട് പഞ്ചായത്ത് ഇന്ന് വരെ കാണാത്ത രീതിയിൽ ഒരു ജനപങ്കാളിത്തം ഉണ്ടാക്കി. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വലിയൊരു ജനബാഹുല്യം കൊണ്ട് ഇരിക്കാൻ പറ്റാത്തൊരു വിധത്തിൽ വളരെ റഷായ ഇന്നത്തെ ഒരു അവസ്ഥ. വളരെ ഭംഗിയാക്കിയ പരിപാടി കോർഡിനേറ്റ് ചെയ്ത് അതിന് നേതൃത്വം നൽകിയ KMCC എന്നും പാർട്ടിയുടെ മുതൽക്കൂട്ടാണ്, നട്ടെല്ലാണ്. ജനോപകാരമായ പ്രവർത്തനത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന സംഘടനയാണ്. അപ്പോൾ അവർ ഇന്നത്തെ നടത്തിയ പരിപാടി ഒരിക്കലും താഴക്കോട് പഞ്ചായത്തിന് മറക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കൊന്നും മറക്കാൻ കഴിയില്ല. അതേക്കുറിച്ച് പ്രിയപ്പെട്ട സിദ്ദീഖ് മലയിൽ 2 വാക്ക് പറയുമ്പോൾ അവർ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ആവേശം നമുക്കുണ്ടാകുക. സിദ്ദീഖ് മലയിൽ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സിദ്ദീഖ് മലയിൽ പിന്നെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ വാർഡുകളിൽ നിന്നും സന്തോഷപൂർവ്വം വളരെ ത്യാഗം സഹിച്ച് രാവിലെ 8 മണി മുതൽ നമ്മുടെ പ്രവർത്തകരെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് വനിതാ ലീഗിൻ്റെ സജീവ സാന്നിധ്യം, അവർ നന്നായി ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് എന്തായിരുന്നെന്ന് നമുക്ക് അൽഹംദുലില്ലാ ഈ പരിപാടി അവസാനിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ ഭംഗിയായി നടന്നിട്ടുണ്ട്. എല്ലാ പ്രവർത്തകരും അത് ആസ്വദിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ഏറ്റവും ശ്രദ്ധേയമായത് നമ്മുടെ സുലൈമാൻ മേപ്പത്തൂരിൻ്റെ ഒരു ക്ലാസ് ആയിരുന്നു. എത്രത്തോളം ഉഷാറായി എന്നുള്ളതിന് നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിൽ ഒരു 10 മിനിറ്റ് ഒരു എല്ലാവരും എണീറ്റ് നിർത്തിക്കൊണ്ടുള്ള ഒരു സംഗതി ഉണ്ടാകും. പാർട്ടിക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് ഓരോ പാർട്ടി പോലെ നെഞ്ചത്തേക്ക് തറക്കുന്ന രീതിയിലാണ് ആ ഒരു പ്രസൻറ്റ് മുമ്പ് ചെയ്തത്. ഓരോ വാക്കുകളും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചാണ് എല്ലാവർക്കും തോന്നുന്നത്. ഉറങ്ങിക്കിടക്കുന്ന പാർട്ടി പ്രവർത്തനത്തിനെ ഉണർത്താൻ അതിന് ഇന്നത്തെ മേൽപ്പത്തൂരിൻ്റെ ആ ഒരു മോട്ടിവേഷൻ വളരെ കൃത്യമായി തന്നെ മണിക്കൂറുകളോളം അദ്ദേഹം നമുക്ക് മുമ്പിൽ ആ സദസ്സിൻ്റെ ആവേശം കണ്ട് ജനബാഹുല്യം കണ്ട് വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം നിർവഹിച്ചു. പിന്നെ KMCCയുടെ ബഹുമാന്യനായ നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട കുഞ്ഞുമോൻ കാക്കിയ അദ്ദേഹം അതുണ്ടായിരുന്നു. അദ്ദേഹം നന്നായിട്ട് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും അദ്ദേഹം സംസാരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ ഇവിടെ വേറെ KMCC നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ ഇത് കാരണം എല്ലാവരും പ്രസംഗിക്കാൻ സാധിച്ചിട്ടില്ല. അതേപോലെ ലീഗിൻ്റെയും പോഷക സംഘടനാ നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഒക്കെ എല്ലാവർക്കും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചു. പക്ഷേ സംസാരിക്കാനുള്ള അവസരം കൊടുക്കാൻ പറ്റാത്തതിൽ ഖേദമുണ്ട്. ഇന്ന് പങ്കെടുത്ത ആളുകൾക്ക് എത്രത്തോളം നിങ്ങൾ നന്ദി പറയുന്നു? 100% പറഞ്ഞല്ലോ. ഞാൻ പ്രത്യേകിച്ച് എന്തായാലും പറയാൻ കാരണം അവരുടെ ഒരു സജീവ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇത്ര ലേഡീസ് ഇവർക്ക് വരില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ വാർഡ് കമ്മിറ്റികൾ, പ്രത്യേകിച്ച് അവരെല്ലാവരും നന്നായിട്ട് വീടാന്തരം കയറി ഇറങ്ങി ഈ സന്ദേശം എത്തിക്കുകയും, മുസ്ലിം ലീഗിൻ്റെ പരിപാടിയല്ല KMCCയുടെ പരിപാടിയാണ്, അത് നന്നായി അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് ഏറ്റെടുത്ത് അവർക്ക് ക്ലിയറായി നന്നായിട്ട് അവർ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ഒരു കല്യാണത്തിന് എങ്ങനെയാണോ ആളുകൾ ക്ഷണിക്കുന്നത് അതേപോലെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണ് അവിടെ. അത് അത്യാവശ്യം എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടി വളരെ ഭംഗിയാക്കാൻ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ട്രഷറർ മറ്റേ സിദ്ദീഖ് മലയിലിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും, റഷ്യയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടന്ന ഗ്ലോബൽ KMCCയുടെ കുടുംബസംഗമത്തിൽ പങ്കെടുത്ത താഴക്കോട് പഞ്ചായത്തിലെ 2-ാം വാർഡ് വനിതാ ലീഗിൻ്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള റെനിത, ഇന്ന് നടന്ന കുടുംബസംഗമം വനിതകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും ഒക്കെ പ്രിയപ്പെട്ട റെനിത നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ട റെനിതയെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. റെനിതേച്ചി, ഇന്ന് നടന്ന പരിപാടി എത്രത്തോളം നമ്മുടെ പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ സ്ത്രീ പങ്കാളിത്തത്തിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നമുക്ക് പാർട്ടിക്ക് എത്രത്തോളം ഗുണം ചെയ്തു എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം? ഈ പരിപാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രദേശത്തിലേക്ക് കൂടുതൽ ആളുകൾ പങ്കെടുത്തു. അടിപൊളി പരിപാടിയായിരുന്നു. ഉഷാറാക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല പ്രാസംഗികർ വന്ന് നമുക്ക് നല്ല ക്ലാസ്സുകൾ എടുത്തു തന്നു. എന്തായാലും നല്ല വിജയം തന്നെയായിരുന്നു. സുലൈമാൻ മേൽപ്പത്തൂർ ഇന്ന് വളരെ ഭംഗിയായി സംസാരിച്ചു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ തന്നില്ല. എത്രത്തോളം നിങ്ങൾക്കത് വനിതകൾക്കത് ഗുണം ചെയ്തു? സുലൈമാൻ ഗുണം ചെയ്തു. കാരണം നമുക്ക് ഈ ഒരു പാർട്ടിയെക്കുറിച്ചും ഇതിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു തന്നു, ക്ലാസ്സുകൾ എടുത്തു തന്നു, വിശദമായി വിവരിച്ചു തന്നു എല്ലാത്തിനെ കുറിച്ചും.
ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് ഈ പരിപാടി സംഘടിപ്പിച്ച ഗ്ലോബൽ KMCCക്കാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ഈ പരിപാടി ഇത്രയും വലിയ വിജയമാക്കി തന്നത് തന്നെ അവരാണ്. എല്ലാവിധ ആശംസകളും. ഇന്നത്തെ സ്ത്രീ പങ്കാളിത്തത്തോടെ പിന്നെ നമ്മുടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് എത്രത്തോളം അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ പ്രതീക്ഷകൾ കൂടുതൽ വനിതകളാണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തത്. വരുന്ന ഇലക്ഷന് വേണ്ടിയിട്ട് എല്ലാവരും മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടന്ന പരിപാടിയിൽ ഗ്ലോബൽ KMCCയുടെ കുടുംബ സംഗമത്തിൽ ഏറ്റവും കൂടുതൽ വനിതകളെ പങ്കെടുപ്പിച്ച വാർഡ് വനിതാ ലീഗിൻ്റെ ഭാരവാഹി, 18ാം വാർഡ് വനിതാ ലീഗിൻ്റെ ഭാരവാഹി, പഞ്ചായത്ത് വനിതാ ലീഗിൻ്റെ ഭാരവാഹിയൊക്കെയായ പ്രിയപ്പെട്ട നുസ്രത്ത് ഇന്നത്തെ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എന്താണ് ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് പറയാനുള്ളത്? പരിപാടിയിലേക്ക് വന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്നതിന് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പരിപാടിയിൽ സംഗമിച്ച ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത 5ാം വാർഡ് വനിതാ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ താഴക്കോട് പഞ്ചായത്ത് കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ്റെ പഞ്ചായത്ത് ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ സെൽമ പാലോത്ത് ഇന്നത്തെ പരിപാടി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ 2 വാക്ക്. നമസ്കാരം. ഇന്നത്തെ പരിപാടി അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരുപാട് ഗുണം ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് വനിതകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. പിന്നെ ഇനിയും പ്രിയപ്പെട്ടവരെ, ഇന്ന് നടന്ന ഗ്ലോബൽ KMCCയുടെ താഴക്കോട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത KMCCയുടെയും മറ്റു പ്രവർത്തകരാണ് പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ, എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്, പ്രിയപ്പെട്ട ജാഫർ, പ്രിയങ്കരനായ അർണിക്കൽ അബ്ദുറഹ്മാൻ, സാദത്ത്, മുസ്തഫ, പ്രിയപ്പെട്ട നാലകത്തെ ഷുക്കൂർ, പ്രിയങ്കരനായ KN അസീസ്, STUവിൻ്റെ താഴക്കോട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയാണ്. ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച ഗ്ലോബൽ KMCCയുടെ താഴക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് അലി സാഹിബ് പിലാക്കൽ, പ്രിയങ്കരനായ പ്രവാസി ലീഗിൻ്റെ നിയോജക മണ്ഡലം സെക്രട്ടറി PT റസാഖ് സാഹിബ് ഉള്ള ഒരു വേദിയിൽ ഇന്ന് നടന്ന പരിപാടിയെക്കുറിച്ച് KMCCയുടെ മുൻ നേതാവ് അമ്മിനിക്കാട് പ്രദേശത്ത് മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുകയും മുഖ്യമായ പങ്കുവഹിച്ച് മുസ്ലിം ലീഗിനെ മുന്നോട്ട് നയിക്കുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ നിറസാന്നിധ്യമായി മുൻനിരയിലുള്ള പ്രിയപ്പെട്ട അവറാക്ക ഇന്ന് തുടക്കം മുതൽ രാവിലെ 8 മണിക്ക് വന്ന് ഇന്ന് ഈ സമയം വരെ 2 മണിയൊക്കെ കഴിഞ്ഞ് 3:30 മണി വരെ ആയ സമയത്തും ഈ ഒരു പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവറാക്ക ഇന്ന് നടന്ന KMCCയുടെ ഗ്ലോബൽ KMCCയുടെ പരിപാടി എങ്ങനെയായിരുന്നു, ഇന്ന് നടന്ന പരിപാടി പാർട്ടിക്ക് എത്രത്തോളം അത് ഗുണം ചെയ്യും, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി എത്രത്തോളം ഈ ഗ്ലോബൽ KMCCയുടെ പരിപാടി ഊർജിതമാക്കുമെന്നതിനെക്കുറിച്ച് അവറാക്ക നമ്മോട് പ്രതിപാദിക്കും. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുകയാണ്. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി. അവറാനലി അമ്മിനിക്കാട് ഗ്ലോബൽ KMCCൻ്റെ ഇതിൽ ഇന്ന് നടന്ന പരിപാടി വളരെ ഉഷാറായിട്ട് ഇനിയും ഇതിനും നല്ല പരിപാടികൾ നടത്തണം. നമ്മൾ ഒന്നും തുണി മാറ്റി ഇറങ്ങിയിട്ട് പണിയെടുക്കണം. വെറും നമ്മൾ ഈ സ്ഥിരിട്ട് നടന്നിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഉപ്പാടൊപ്പം നമ്മളെല്ലാവരും കേൾക്കണ്ടേ, ഞാൻ എൻ്റെ വാപ്പാൻ്റെ ഒപ്പം ചെറുപ്പത്തിൽ ഇവിടെ കോടതി പഠിക്കാൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു ലീഗിൻ്റെ. ആ മീറ്റിങ്ങിന് കയ്യും പിടിച്ച് പോയതാണ്. അവിടുന്ന് അന്ന് CH മുഹമ്മദ് സാഹിബ് പറഞ്ഞുണ്ടായി, പിന്നെ വിറക് വെട്ടികൾ നിങ്ങളാരും വിറക് വെട്ടികളും വള്ളം കോരികളും ആകരുത്, പഠിക്കുക വീണ്ടും പഠിക്കുക. ആ ഒരു പാചകം അന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളിൽ KMCCയിൽ ഞാൻ ലീഗായത് എൻ്റെ അമ്മയും പാപ്പയും ലീഗായിട്ടാണ്. നമ്മളെ മക്കളെയും നമ്മളൊപ്പം നടത്തും. ഞാൻ എൻ്റെ പേരക്കുട്ടികളോടും പഠിച്ചുകൊണ്ട് ലീഗാണ്. പിന്നെ അതുപോലെ KMCC ഞാനായത് എങ്ങനെയാണെന്ന് KMCC എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നല്ലേ നോക്കിയത്. ഈ നിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഞാൻ പുൽപ്പുതിയിലാണ് ഉണ്ടായിരുന്നത് കുറച്ച് കാലം. ആദ്യം സൗദി അറേബ്യയിൽ ഇവിടെ ജിദ്ദയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുൽപ്പുതി പോയിട്ട് അവിടുന്ന് ഞങ്ങൾ 4 ഞങ്ങളെ റൂമിൽ നല്ലതായിട്ട് കൊണ്ടുപോയത്. അവിടുന്ന് ഒരു പ്രാവശ്യം പിരിച്ചുവിടാൻ ഇത് മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞിട്ട് അതിൽ അവസാനം ഞാൻ 1100 റിയാൽ കൊടുക്കുന്നുണ്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. അപ്പോൾ KMCCയിൽ പിന്നെ മൊത്തത്തിൽ ഞങ്ങൾക്ക് 8 കമ്മിറ്റി നിലവിലുണ്ട്. അതിൻ്റെ ഉപദേശ സമിതിൻ്റെ ചെയർമാനാണ് ഞാൻ. എല്ലാ പിന്നെ ഇതിനും ബന്ധപ്പെടുന്ന ദിവസം പോലും ബന്ധപ്പെടുന്നുണ്ട്. വളരെ ഉഷാറായി നടക്കേണ്ട. പിന്നെ സൗദി അറേബ്യയിലെ KMCCയിൽ ഏറ്റവും പേരെടുത്ത KMCC ആണ്. പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ എന്താണ് വളരെ അടുത്തും ചുറ്റിയായിട്ടാണ് നടത്തുന്നത്. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. അതേ സ്ഥാനത്ത് എൻ്റെ ഒപ്പമുള്ളവരൊക്കെ നല്ല ഡിഗ്രി വലിയ വിദ്യാഭ്യാസമുള്ള നല്ല പൈസക്കാരൊക്കെ ആണ്. അതെന്താണ് ഇതൊരു വിഷയം വരുമ്പോൾ എന്നോട് ചോദിക്കും. ഞാൻ പ്രസംഗിക്കാറില്ല. ഈ പണി ഞാൻ പണിയെത്തിയിരിക്കലേ പ്രസംഗിക്കലിരിക്കില്ല. നമ്മൾ പ്രവർത്തിക്കുകയാണ്.
പ്രവർത്തിക്കാൻ ഇനി പിന്നെ നമ്മൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ മനസ്സിലാവും ഇന്നോട്ട് എന്ത് ഉഷാറോ പറ്റുന്നുണ്ട്, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ്. ഇത് പിന്നെ ഈ സംഘടന നിലനിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പൗരൊന്നും ഉണ്ടാവില്ല. താഴെക്കോട് പഞ്ചായത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ റേഷൻ പീടിക താഴെക്കോട് പിന്നെ നമ്മുടെ എന്താണ് ബാങ്കാണ് സൂഫി സാഹിബിനെ എത്തിച്ചത്. സൂഫി സാഹിബ് അതായത് താഴെക്കോട് ബാങ്കാണ്. ആ ബാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ആൾക്കാരാണ് ഞങ്ങൾ അമ്മനിക്കാട്ടിയാർ ശരിക്കും ഓൻ്റെ എല്ലാ വിഷയത്തിലും ഒപ്പം നിന്ന് മുന്നിലേക്ക് കൊടുക്കുന്നതാണ്. ഓന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ രാത്രി നമ്മൾ റോഡിനൊക്കെ തന്നെ താമസിക്കുന്നത്, അവിടേക്കാണ് ആൾ വരിക. അവിടെ വന്നിട്ട് ഇന്ന മനുഷ്യൻ അപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചും കൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് ഇന്ന പ്രശ്നം പോകണമെന്ന്. ഇപ്പം അങ്ങനെ ആലോചിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അന്ന് എന്തെങ്കിലും ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും എൻ്റെ സ്ഥിതി. നിങ്ങൾ കടന്നുറങ്ങോട്ടെന്നാണ് വിളിച്ചുകൊണ്ടുണ്ട്. ഈ KT ഭാസ്കരനൊക്കെ ഞാൻ പല പ്രാവശ്യം കടന്നുറങ്ങോട്ടെന്ന് കേസുണ്ടാക്കി. എൻ്റെ പേരിൽ ഈ പിന്നെ 7 കേസ് നിലവിലുണ്ടായിരുന്നു. 3 ഒരു അറസ്റ്റ് വാറൻ്റ് ഉണ്ടായിരുന്നു, ഒരു 307 ഉണ്ടായിരുന്നു, 2 അറസ്റ്റ് വാറൻ്റ്, 2 പിന്നെ 107, 2 അങ്ങനെ 3 കേസ് നിലവിൽ വാറൻ്റുള്ളുണ്ടായിരുന്നു. 6 പിന്നെ 20 കേസിൻ്റെ കഴിഞ്ഞിട്ട് 7 കേസ് നിലവിലുണ്ടായ സമയം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം തന്നെ നമ്മുടെ വീട്ടിന് പ്രശ്നം ഉണ്ടായെന്ന് കുന്നിൻ്റെ നിന്ന് പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ജീപ്പിൽ കൊണ്ട് ഈ 2 ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പിന്നെ പതിനോടും കുഞ്ഞാക്കാനോടും അന്ന് ലീഗിൽ എല്ലാ നേതാക്കന്മാരായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ പിന്നെ ആനക്കടന്മാർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇയാൾ വലിയ അടുത്തായിരുന്നു. അയാൾ പെട്ടെന്ന് വന്നുകൊണ്ട് ആ ജീപ്പിൽ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഒരു തലക്കെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട്. അതെ, പിന്നെ നിങ്ങളിപ്പോൾ CH നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ CHൻ്റെ കഥ ഈ CH നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ പറഞ്ഞത് കഴിഞ്ഞിട്ട് പിന്നെ പല പ്രാവശ്യം പല മീറ്റിങ്ങിൽ ഞാൻ കേട്ടുകൊണ്ട് പിന്നെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ പാലക്കാട് സ്റ്റേറ്റ് സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒറ്റക്കാണ് ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂർക്കാർ തലശ്ശേരിക്കാരുടെ വണ്ടിയിലാണ് പോയത്. വണ്ടിയിൽ പിന്നെ മുളയൊക്കെ വെച്ചിട്ടിട്ട് ഒരു വണ്ടിയിൽ കയ്യേറ്റയിൽ പോയത്. അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ പല പ്രാവശ്യം കോഴിക്കോട് വലിയ സമ്മേളനം നടക്കും. പിന്നെ വേറെ ഏത് നേതാക്കന്മാരാണ് ഇപ്പോൾ പഴയ കായികമില്ലത്തിൻ്റെ ഓർമ്മ ഉണ്ടോ? കായികമില്ലത്തിൻ്റെ ഞാൻ കണ്ടുകൊണ്ട് കായികമില്ലത്തിൻ്റെ കൈ പിടിച്ചിട്ടില്ല. പിന്നെ വാലിൻ്റെ കൈ പിടിച്ച് നമ്മൾ മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. CH മുഹമ്മദ് വായൊക്കെ മാല ഇട്ട് കൊടുത്തതിന് ഞങ്ങളെ അവിടുത്തെ UP സ്കൂളിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഞങ്ങളെ വീടിൻ്റെ അടുത്തിരുന്ന് പരിപാടി